കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇതെന്താ ഇളകണത് നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ? ഇത് അരി തന്നെ കേട്ടോ. ഇത് രണ്ടെണ്ണം എന്താ ഇളകണമെന്ന് അറിയോ? നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്താണ് കേട്ടോ. ലാസ്റ്റ് സമയത്ത് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താണ്. അവിടെ എന്താ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചപ്പാത്തി ഓർ ബോരി, അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. അപ്പം അതിനൊരു കറി ഉണ്ടാക്കണ്ടേ ചപ്പാത്തിക്ക്. രാവിലെ ഉണ്ടാക്കിയ കുറച്ച് കൂട്ടാനേ ഉള്ളൂ കേട്ടോ സ്വാമിമാർക്ക്. അപ്പോൾ സ്വാമിമാർക്കല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതാ ഇന്ന് ശനിയാഴ്ച അല്ലേ, അപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് ഒരിക്കലല്ലേ ഒരു നേരമല്ലേ ഭക്ഷണം കഴിക്കുക. അതാ ഇതാ ചേട്ടൻ ആരെ കേറി? നീ അല്ലേ കേറി? കുഞ്ഞുണ്ണിയാ നീ തുടങ്ങിക്കോ. എന്റെ ചെരുപ്പ് അമ്മൂടാൻ തുടങ്ങിട്ടോ. എനിക്ക് ചെരുപ്പ് ഉണ്ടാവില്ല. ഇതോ അത് എടുത്ത് വെക്കി എവിടെങ്കിലേ. പുതിയത് നായനെ പേടിച്ചിട്ട് ഉള്ളിൽ കൊണ്ടേ വിടും. കൈ അയച്ചാട്ടെ. കുട്ടി തുടങ്ങി ഇവിടെ കളിക്കാൻ. അപ്പോൾ അതാ ചപ്പാത്തിക്ക് അവള് കുഴക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് കറി ഉണ്ട് നമ്മുടെ അടുത്ത് ഇരിക്കണു. അപ്പം അത് തികയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇതാ ഉള്ളി നുറുക്കട്ടെ. നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണിക്കാല്ലേ സുകന്യ? ഞാൻ ഉഴുന്ന് അരച്ചിട്ടേ അരിപ്പൊടിയും കൂടിയും കൂട്ടുകയാണ് കേട്ടോ ചെയ്യല്. ഇപ്പം എൻ്റെ അടുത്ത് അരിപ്പൊടി കഴിഞ്ഞു. ഞാൻ 10 കിലോ അരിപ്പൊടി പൊടിച്ചു കൊണ്ടുവന്നാണെങ്കിൽ അത് കഴിഞ്ഞേക്കണു. എനിക്ക് അതുകൊണ്ട് പുട്ടുണ്ടാക്കിയത് ഭയങ്കര ഇഷ്ടമാണ് സുകന്യെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. സുകന്യയുടെ അച്ഛനും അമ്മയൊക്കെ വന്നു. അത് പറ. ഞാനോ? അല്ല ഞാനാ പറയണ്ട്. നിങ്ങൾ പറഞ്ഞ പോരെ. പറഞ്ഞു വീട്ടിലേക്ക് വന്നത് വേറെ വീട്ടിലേക്കല്ലോ ഇത്. ഇതാണ് കണ്ടോ, ഇവരൊന്നും പറയാത്ത കൊണ്ടാണ് ഞാൻ ഈ വളവളാന്ന് പറയുന്നത്. എന്താ അപ്പോൾ സുകന്യയുടെ അച്ഛനും അമ്മയും മാമന്റെ മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മലക്ക് ഇവര് മാലട്ടൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം സതിമാമൻ നിന്റെ മാമനല്ലേ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കണ്ണു നീർന്നുണ്ട് കേട്ടോ. നല്ല കാറുണ്ടാവും ഇന്നത്തെ ഉള്ളിക്ക് നല്ല കാരുണ്ട് കണ്ടോ. നമ്മളേ വിചാരിച്ചേയില്ല കേട്ടോ. വിചാരിക്കാത്ത സമയത്ത് വേഗം വന്ന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് കണ്ടത്. തക്കാളി അതാ അവിടെ കവറിൽ കണ്ടോ, ചുവപ്പ് കളറിലുള്ള തക്കാളി. താഴെ മിക്സി ഇരിക്കുന്നുണ്ടോ കുഞ്ഞാവേ? കുഞ്ഞുണ്ണി മിക്സി ഇരിക്കുന്നുണ്ടോ? മിക്സിയുടെ താഴെ വിചാരിക്കാതാണേ ഒരു കളിയാക്കണ പോലല്ലേ. എനിക്ക് തന്നില്ലേ നിങ്ങള് ഞാൻ കിടക്കുമ്പോ? എന്ത് അവിലേ എണ്ണ പരത്തിട്ട് ആ പാത്രം അങ്ങനെ ഉണ്ടായിരുന്നു. അതാരും കഴിക്കാ ചേതനം വേണ്ടില്ല. അങ്ങനെ പരത്തി വെച്ചിരിക്കണം ഇതിലൊക്കെ ഉരുളിയിലൊക്കെ. ആരും ചെയ്യില്ല ഇനി തിന്നാ മാത്രം. ഉരുളിയിലൊക്കെ നല്ല ഇതുപോലെ അവരായി അവരുടെ പാടിക്കൊന്നുമില്ല. പിന്നെ രസമുണ്ട് കേട്ടോ. അച്ഛന്നേ ഞാനവിടെ പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ അവിടെ കുറച്ചു നേരം അവിടെ പോയി കടന്നു കേട്ടോ. കടന്നപ്പോൾ അച്ചു നല്ല അടുക്കളയിൽ നിന്ന് നല്ല മണം വരിക. എന്താ ഉരുളക്കിഴങ്ങ് വറുക്കണേ, എന്തോരു മണം വെച്ചിട്ടാ. പിന്നെ വന്ന് നോക്കുമ്പോ അവള് ഇലയില് ചോറ് കൂട്ടാന് ഉപ്പേരി ഒക്കെ വെച്ചിരിക്കണു. എണ്ണയില് അവില് വറുത്തിട്ട് എണ്ണ കുളിപ്പിച്ചിക്കണു. എനിക്ക് തിന്നാനോ? അതാ കൊണ്ടോടാ. അതുകൊണ്ട് ആ സെക്കൻ എല്ലാരും ഒന്ന് മാറി വിടുന്നേ. ഇവിടെ ഒരു പണിയില്ല നമുക്ക്. പോയിക്കോ എനിക്ക്. നീ വറുത്തോ? വേണ്ടോ അവിടെ കിടക്കണ്ട. ബസ്മല്ല കർപ്പൂരം വേണ്ടോ? സഹായിക്കാൻ വേണ്ടിട്ട് ഒരാൾ വന്നിട്ട് ഒരു ഉരുള കിട്ടാൻ വേണ്ടിട്ടുള്ള അതെടുത്തു കൊടുത്തു. പേപ്പറില്ല കുട്ടി പറയ്. ഇതെടുക്ക്. എന്തെന്നറിയാം, അരി പൊടിച്ചു വെച്ച പാത്രല്ലേ. മേമയുടെ ദേഷ്യം കണ്ടല്ലോ സുകന്യ. തമാശക്കെങ്കിലും എക്സ്പ്രഷൻ ഒന്നും ഇടണ്ട. ഉറക്കം വരേ. അമ്മയുടെ റൂമിൽ പോയി കിടക്ക്. വണ്ടിയുടെ വാങ്ങാ ദൈവം. എന്താ ഇരുത്തം, എന്താ കാട്ടൽ.
വേണ്ട എന്തെങ്കിലും നുറുക്കുള്ള ആ വെള്ളം ഒന്നും കൊണ്ടേ കളയും സ്വാമിക്കുട്ടി. നീ ഒന്നും ചെയ്യണ്ട, പഠിക്കാനുള്ള നോക്കുന്നത്. അവന് പണി ചെയ്യാൻ താല്പര്യമാണെന്ന് വെച്ചാൽ നാളെ കിച്ചു എൻ്റെ കൂടെ കുറച്ച് വിറക് പെറുക്കാൻ വേണം കേട്ടോ. അവിടെ ഇഷ്ടംപോലെ വിറകുണ്ട്. ഇല്ല ഏട്ടാ, ഏട്ടന് പിന്നെ വർത്താനം പറയാൻ സൗണ്ട് ഇല്ല കേട്ടോ. ഏട്ടൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 9:30 ഒക്കെ ആയപ്പോഴേ എനിക്ക് ഇന്നലെ സത്യം പറയാ സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. ഇന്നലത്തെ ഒരു വൈകുന്നേരത്ത് ഒരു ബുക്ക് എടുത്തിട്ട് ഇത് ഇടാനാടി ഈ നിലത്തിടാൻ പറ്റില്ലല്ലോ. ഞാൻ ഉച്ചക്ക് പറയാൻ തുടങ്ങിയതാണ് കേട്ടോ, ഏട്ടാ ആശുപത്രി ഏട്ടാ ആശുപത്രി പോന്നു കേട്ടില്ല. എന്നിട്ട് രാത്രി 9:30 ആയപ്പോ ഏട്ടൻ ആശുപത്രി പോയി. അപ്പോഴാണ് സമയം കിട്ടിയിരിക്കുന്നത്. അപ്പോഴാ പോയി. അതാ കാലിൽ ചവിട്ടി. അച്ഛനെ അടുത്തേക്ക് പൊക്കാൻ പറ്റാ ഒരു ഉരുളന്നാ ഇതുകൊണ്ട് കുട്ടി കളി വീടുണ്ടാക്കിക്കോ. ഇവളുടെ അടുത്ത് ഒരു ബുക്ക് എടുത്തിട്ട് പെണ്ണങ്ങടെ പോയപ്പോ ബുക്ക് ഇല്ലേ? അവിടെ ബുക്ക് എടുക്കാൻ പോയിക്കടി തിരയണ്ടേ, പഴയ ബുക്ക് വേണ്ടേ? പഴയ ബുക്കില്ല, ഒക്കെ കൊടുത്തോ? നോക്ക് ബുക്ക് എടുക്കണ്ട, എന്താ ഒരു പാത്രം അതെടുക്ക്. പാത്രം അതിൽ വെച്ചാൽ മതി. ബുക്കിൽ കണ്ടോ മഷിയാവും. പിന്നെ കിച്ചുസ്വാമി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഏട്ട പൊന്നു എന്താ കാട്ടണം നോക്കിയൊക്കെ. അവിടെയാണെങ്കിൽ അടുക്കള കിടന്ന് ഇരങ്ങ ചെയ്യും. വയറുവേദനയായിട്ട് കിടക്കുക അത്രേ. അതിനെന്താണ് തല്ലൂടെ നിക്കല്ലേ നിർത്തേ. വേറെ പാത്രത്തിൽ വെക്കണത് പകുതി എടുത്തിട്ട് ഫ്രിഡ്ജിലും വെക്കണം. അപ്പൊ പകുതി എടുത്തിട്ട് നമുക്ക് സ്റ്റീൽ പാത്രത്തിലാക്കും. വെറുതെ ജസ്റ്റ് നോക്കാൻ വേണ്ടി എടുക്കാന്ന് മാത്രം. എന്താ നീ ചെയ്യണ പൊന്നോ? ഇതിനൊന്ന് കൊണ്ടുപോയാ ഞാൻ ഇവിടെ അരി അട്ടാണ്. അമ്മോ എന്താ അമ്മു ഉണ്ടേ? ഞാൻ കൂടുന്നും കൂടി ഇട്ട് ഇനി പാത്രം നിറഞ്ഞു കൂട്ടാം. എന്താ അവൻ അവിടെ കാട്ടിക്കുട്ടിയത് തോളട്ട് ഒളിച്ചെറിയോ? ജിൻഡോ എന്ത് കൊണ്ടത്തിനാണോ? ഞാൻ സൈരസിന് മാത്രമുണ്ട് അവങ്ങനെ അതിന്റെ അടുത്ത് തൊള്ളറിന് മാത്രം. ജിൻഡോ കാക്ക, ജിൻഡോ കാക്കല്ല കൂക്ക. ശരി ഇനിയിപ്പോ ഇത് ഇവിടെ വെച്ചാല് ചിലപ്പോ നമ്മുടെ പൊന്നു കൊടുത്ത് കളിക്കൂട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. എന്തായാലും ഞാൻ തീ പിടിപ്പിക്കട്ടെ. ആയോടി കുറച്ചായി. ഞാൻ പൊന്നു നീക്കുമ്പോഴേക്കും അവള് കുറച്ച് പരത്തി തന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വാശി പിടിച്ചിട്ട് അമ്മ ബാ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചപ്പാത്തി ഇതാണോ? കുറച്ച് വട്ടം കൂടി ഇരുന്നോട്ടെ കേട്ടോ. ഇത് ഭൂരിയല്ലേ? ചപ്പാത്തിയാ ഭൂരിയാണ് വെച്ചാലും എടി വലുതായിരുന്നോട്ടെ. എൻ്റെ അച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഈ വിറക്. അവിടെ എത്ര വിറക് വെച്ചിട്ടാ കൊണ്ടുവന്നോ പറഞ്ഞിട്ട് കൊണ്ടുവരാണ്ട് പോയിട്ട് കൊണ്ടുവരണം. ചപ്പിട്ടാരേ വേഗം കത്തിക്കിട്ടോ. വേണ്ട അത് നാളെ രാവിലേക്ക്. അതാ അതിപ്പോ അവൻ കത്തിക്കും. ഇത് ഞാനില്ലേട്ടാ ഒരു ഇൻസ്റ്റയില് രാമേശ്വരത്ത് ദോശ ഉണ്ടാക്കില്ലേ? ദോശ ഇഡ്ലി തൊട്ടില് മാതിരി പറത്തിയിട്ട് രാമേശ്വരം ഇഡ്ലി. അയ്യോ അത് കത്തട്ടെ. രാമശ്ശേരി അമ്മ നല്ല രസാട്ടോ. മക്കളെ നിങ്ങൾ അടുപ്പും ചോട്ടുന്ന മാറിയിരിക്കേ. അത് അവര് ഇതും കൊണ്ടാണ്ടാക്കണ ഒരു തുണി വെച്ചിട്ട് അതില് പരത്തുക. അങ്ങനത്തെ ഉണ്ടാക്കുന്നു. നല്ല കട്ടിയില് പരത്തും. ചട്ടിയിലല്ല, ഒരു തുണി മേലെ ഒരു സാധനത്തിന് മേലെ തുണി വെച്ചിട്ട് ഇങ്ങനെ പരത്തവര് അതിൽ ഒഴിച്ചിട്ട് കുറച്ച് കത്തിണ്ടോ. അവൻ വന്നു കാനൂര് വന്നു ഇവിടെ എത്തി നോക്കാൻ. കാനൂരേ നിന്നെ മണിക്ക് തട്ടോ. അപ്പൊ നിന്നോടല്ലേ പറഞ്ഞ അവിടെ ഇരിക്കണ്ട, അതിന് മറിക്കടാ. നോക്ക് ഒക്കെ ഇതാക്കിയോ? ഞാൻ എങ്ങനെ ഇത് എടുക്കഞ്ഞ്? അതങ്ങനെ തന്നെയാണ്, കുട്ടികളാവുമ്പോ അങ്ങനെ തന്നെ അടി. അതാ പോണോക്ക്. അതാ വണ്ടി വരുന്ന റിലോഡ് കിച്ച് പോയി പിടിക്കവനേ.
ആ നീ കരഞ്ഞാ ശരിയാവും. അതോ കുഞ്ഞു നിന്നെ ആദ്യം പറത്തണ്ടേ പൊട്ടി കാറ്റേ പൊട്ടിയിട്ടോ കാറ്റ് വീശിയപ്പോ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്രൈൻഡറിന്റെ ബാക്കിയുള്ളൊരു മറ്റൊരു സൈഡില്ലേ അതാ പൊന്നൂസ് എന്താ കാട്ടണ്? എന്റെ ദൈവേ നിങ്ങൊന്ന് മാറിന്നാ എണ്ണ ഒരു അവന് എന്റെ സൗന്ദര്യം ശരിയാക്കി തരുന്നതാണ് കേട്ടോ. ഈ പോത്ത് ഇത്രയും കറുത്തപാട് വരെ അവനൊറ്റ ഞാനൊന്ന് ഇത് ഉണ്ടാക്കട്ടെ, എനിക്കൊന്ന് സാവകാശം തരുമോ നിങ്ങള്? ഒന്ന് മാറിക്ക്, നിങ്ങൾ അരപ്പും ചോട്ടിലേക്ക് ഇതാലോ എല്ലാതും കൂടി. എന്ത് മാറിക്കാണി? മതി മതി കുട്ടികളെ നിങ്ങൾ പൊക്കോളി, അങ്ങോട്ട് മാറിപ്പോയിരിക്കോളി. പൊക്കോ. അതെ ചൂടാവണേലോ പോലെ പഠിച്ച് മാറിപ്പോ മാറിപ്പോ. അമ്മോ വേണ്ട പൊന്നോ. അച്ഛന് വെല്ലച്ചിന് ചപ്പാത്തി ഓ ഓ തരാം തരാം. സ്വാമിമാര് കഴിക്കുമ്പോ കുട്ടിക്ക് തരാണ്ട് തിന്നു അമ്മ കേട്ടോ. കുറച്ച് പിന്നെ ഓ തരാം തരാം. ഇതാ കണ്ടോ പൊന്തി പൊന്തി വരുന്നത്. നീ ഉറങ്ങരുത് അപ്പോഴേക്കും. ഇന്ന് ആരുടെ കൂടെ കിടക്കണ്? ഇല്ലല്ലോ. ആ ഉണ്ട്, കൃഷ്ണമണി ഉണ്ട്. പിന്നെ കൃഷ്ണമണിയുടെ കൊണ്ട് കൊണ്ടോ അതന്നെ കൃഷ്ണമണിയായി. നമുക്ക് അതിന്റെ ഉള്ളിൽ ലെൻസ് വെക്കടാ. ഓൺലൈനിൽ ഇഷ്ടംമാതിരി ലെൻസ് ഉണ്ട്, നമുക്കൊന്ന് മേടിച്ചിട്ട് വെക്കാം. ഏട്ടാ എന്താ കുഞ്ഞുണ്ണി പറയുന്ന കേട്ടോ, അവന്റെ ഒരു കണ്ണ് ചെറുതും ഒരു കണ്ണ് വലുതും അത്ര. ആര് തിന്നണത്? ആ വെക്കാന്ന് പറഞ്ഞേ, കണ്ണില്ലേ കണ്ണത്ത് ലെൻസായി. ഒരു ലെൻസ് അല്ല ലെൻസ് ലെൻസ്. വേണ്ട കുഞ്ഞാ തുണി, അതാ തുണിയല്ല. നീ കാണില്ല. ഏട്ടാ ഈ മക്കളെന്താ നമ്മുടെ പിന്നാലെ നിക്കണ? അവരോട് അങ്ങോട്ട് പോവാൻ പറയും. എന്തിന് വേണ്ട? ഒരു കാരണവശാലും അടുക്കളയിൽ കയറാൻ പാടില്ല. അങ്ങനെ കയറുന്ന നമ്മക്ക് പ്രശ്നം ഉണ്ടാവില്ലേ? നമ്മക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇനി അതൊരു സുനി അതങ്ങോട്ട് എടുക്കടി. ചില ദിവസല്ലേ ഭയങ്കര വിഷമായിരിക്കും, ചില ദിവസം ഭയങ്കര സന്തോഷായിരിക്കും. എന്താന്നല്ല ഓരോന്ന് ആലോചിക്കുന്നത്. നമ്മൾ 100 നല്ലത് ചെയ്താലില്ലേ മനുഷ്യന്മാരെന്താ ഇങ്ങനെയല്ലേ? മനുഷ്യന്മാരങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്തുകൊണ്ടാ? നമ്മൾ ആ ജീവിച്ച രീതികൾ എല്ലാവർക്കും ഇഷ്ടാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയല്ല നമുക്ക് ഈ സപ്പോർട്ട് കിട്ടുന്നത്. അതിപ്പോ ആരതിയോ എന്താണ്, ആരതി രാധാകൃഷ്ണനോ, ഇവർക്ക് ഈ 2 പേർക്കൊക്കെ വേണ്ടിയിട്ട് ഇവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം. കുളിക്കണില്ലാതെ ഈ രാധാകൃഷ്ണന്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് അവര് ഉമ്മർത്ത് പോയി കുളിക്കാൻ പറ്റുമോ? അപ്പൊ ഈ കുളിക്കില്ല ഇവരെന്താണ്? ഇവര് ഈ പാലക്കാട് കോട്ടമേധാനം പോലുള്ള 4 ആൾ കൂടെ പോയിട്ട് വന്നവരാണ് ഇവള് കുളിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരാണ് ഇവര്. എന്ത് സാമി ശരണം, എനിക്കറിയില്ല. ഇവരൊക്കെ മനസ്സത്ര കുഷ്ടം പിടിച്ചാണെന്ന് ആലോചിക്കേക്ക്. കിച്ചുട്ടനൊക്കെ പറ്റിട്ടൊക്കെ ഈ രീതിക്കൊക്കെ കമന്റ് ചെയ്യാൻ ആരത് കിച്ചുട്ടനൊക്കെ പറ്റിട്ട് ആ കുട്ടി മാലയ്ക്ക് മാലയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനൊക്കെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പറയണം പറഞ്ഞ. അപ്പൊ ഇവരൊക്കെ മനസ്സിലത്ര കുട്ടുണ്ട്. ഇവരൊക്കെ അസൂയയുടെ അളവത്രയാണ്. ഇല്ലെങ്കിൽ ശരി അവനെ കുറിച്ച് പറഞ്ഞ കുഴപ്പമില്ല. ഇത് മാലയിട്ട് ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുന്ന കുട്ടീനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇട്ടാലോ ഒരു കുട്ടീനെ പറ്റിയിട്ട് ഇങ്ങനെ പറയണോ? എന്താണ് കാരണം നമ്മൾ അത്ര മോശപ്പെട്ടതൊന്നും കാണിക്കില്ല. ലോകം കൊണ്ട് എന്താ കാണിച്ചതിന് കുറേ ഇല്ല കേട്ടോ. കുറച്ച് പേർക്ക് ഒരു ആതിര, അതേപോലെ
2-3 പേർക്ക് രാധാകൃഷ്ണൻ ഒക്കെ ആയിരിക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ളൊരു മറുപടി തരാം കേട്ടോ. കാരണം അനിയൻ വീഡിയോയിൽ വരുന്ന സമയത്ത് അമ്മയാണ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഓരോടത്തിരിക്കും. അപ്പോൾ അമ്മൂനോട് ഞാൻ അതെടുക്കാൻ പറഞ്ഞിട്ട് കാണിച്ചതാണ്. അല്ലാതെ ഞാൻ അതിൽ അവൻ അനിയനെ കുറ്റം പറയും. അനിയേട്ടുണ്ട്, സതിയേട്ടുണ്ട്, മക്കളുണ്ട്, സതിയേട്ടൻ്റെ കൂട്ടുകാരുണ്ട് ഇല്ലേ, വാഴ വെട്ടുന്ന സമയത്ത് ഇവരൊക്കെ ഉണ്ട്, ഈ കുട്ടികളടക്കമുണ്ട്. എന്നിട്ട് നമ്മൾ എന്താണ് അതിലൊരു അനാവശ്യമായിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞത്? അതിൽ പറഞ്ഞു അനിയനെ കുറ്റം, അവൻ മാലിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് കുറ്റങ്ങളും കുറവുകളും പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ അഭിനയിച്ചിട്ടൊന്നല്ലല്ലോ, ഞങ്ങൾ ഓസ്കാർ അവാർഡ് വാങ്ങിയിട്ടൊന്നും ഇരിക്കുന്ന ആൾക്കാരല്ല, ഞങ്ങൾ സാധാ കൂലിപ്പണിക്കാരുടെ ഭാര്യമാരാണ്. അല്ലാതെ ഞങ്ങളില്ലേ ഇങ്ങനെ പറയാ, ഇപ്പം പറയില്ലേ ഓരോ പ്രശ്നങ്ങൾ നടക്കണില്ലേ, കുഞ്ഞാ സപ്പോർട്ട്. അതല്ല, കുട്ടികളടക്കം ഞങ്ങൾ ഈ കമൻറ്റുകളില്ലേ മക്കളെല്ലാവരും ഇരിക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ മക്കൾക്കടക്കം വിഷമാവുക. പിന്നെ കിച്ചൂട്ട തടിച്ച് ആതിരയ്ക്ക് ഭയങ്കര പ്രശ്നം. ഞാൻ ഒളിച്ചും പൂത്തിയും വെച്ചു കൊടുത്ത് കിച്ചൂനെ നല്ല പോലെ നന്നാക്കുകയാണ് എന്നുള്ളത്. പിന്നെ ഞാൻ പറയട്ടെ, ചിലവർ ഉപ്പും കഞ്ഞിയും കുടിച്ചാലും തടിക്കണ മക്കളുണ്ടാവും. അതിനെന്താ ചെയ്യാ? നിങ്ങൾ പട്ടിണിക്കിടാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ ചെയ്യാറ്? നിങ്ങൾക്ക് ഇളയച്ചി മൂത്തശ്ശിയൊക്കെ ആതിരൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ ആതിരയുടെ റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പൂത്തി വെച്ചിട്ടാണോ മക്കൾക്ക് കൊടുക്കല്? കുടുംബം ഉണ്ടാവില്ല ചെയ്യുന്നത്. രണ്ടാമത്തെ മലയ്ക്കുക എന്റെ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇത് കണ്ടപ്പോ എന്നെ പറഞ്ഞ് വട്ടത്തിലിരുന്നിട്ട് ഓരോരുത്തർക്ക് ബാക്കി ചട്ടിയൊക്കെ എടുത്ത് പോടിയല്ലേ പുറത്തേക്ക്, അവിടെ എവിടെയൊക്കെ പോയിട്ട് വെച്ചിട്ട് കാണല്ലേ. അങ്ങനെയുള്ള നമ്മളെ എല്ലാത്തിലും അങ്ങനെ ചെയ്യണത്. അങ്ങനെയല്ലേ ഓരോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായി. പിന്നെ ഇതൊക്കെ കുട്ടികള് തടിക്കണത് ഇതാവണം, അത് ഒളിച്ചു പൂത്തി പോയിട്ടല്ല. ചിലര് തടിക്കും, ചിലര് തടിക്കില്ല. അത് കുട്ടികളുടെ ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാണതേ. ഇതൊന്നും ഒരു തടിയല്ല, നിങ്ങൾ തടിച്ചവരെ കണ്ടില്ലേ തോന്നുന്നു. ഇതൊക്കെ തടിയാണ്. ആൺകുട്ടി തന്നെയാണ്, പെൺകുട്ടിയല്ല കേട്ടോ. പെൺകുട്ടിയൊന്നല്ല. അവനെ മുടിയൊക്കെ കെട്ടി നിങ്ങൾ തന്നെയല്ലേ അവനെ പെൺകുട്ടിമാര് ആക്കണത്? അല്ലേ? മുടിയൊക്കെ കെട്ടി പിരിയൊക്കെ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ട് കൂട്ടുകാരത്തെ വെച്ചു പെൺകുട്ടിയല്ലടി, ഭയങ്കര ഇഷ്ടമാണ് അവന്റെ മുടി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇടിച്ചക്കപ്പേരി ഇടിച്ചക്ക കൂട്ടാൻ, കായപ്പേരി, ഉള്ളി. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്ടമുണ്ടോ? എനിക്ക് അമ്മ അവിടെ നിന്നിട്ട് അയ്യോ എന്ത് കഴിക്കുമ്പോഴേ ഈ ഉള്ളി കൂട്ടി കഴിച്ചു കഴിഞ്ഞാലേ നല്ല രസം. എനിക്ക് ഇഷ്ടമല്ലല്ലോ. അല്ല, അടിപൊളി. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇടിച്ചൊക്കെ കൂട്ടാനുള്ളപ്പോൾ ഇറച്ചി വെച്ച പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഞാനല്ല പറയണ്ടേ, ഈ അല്ലേ പറയണ്ടത്? ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ കിച്ച് വന്നിട്ട് പറയണേ അമ്മ കൂട്ടാല്ലേ അടിപൊളി കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി പറഞ്ഞവൻ. അത് കൂട്ടാൻ എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഉള്ളി കൂട്ടിയതാട്ടോ. ആ ഉള്ളിയും തക്കാളി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇതാ കണ്ടോ നിരന്ന് കിടക്കുന്നത് ഞങ്ങളുടെ അടുക്കള. ഏട്ടന് വയറ് നിറഞ്ഞോ? എൻ്റെ വയറൊക്കെ നിറഞ്ഞു. 3 ചപ്പാത്തി കഴിച്ചേ അത്ര കഴിക്കാൻ പാടും. സജേട്ടൻ കഴിച്ചു വയറിന് വെച്ച്? അത്ര കഴിച്ചുള്ളൂ? ഒരു ചപ്പാത്തി ഒരു പൂരി, 2 ചപ്പാത്തി. ഞാൻ കഴിക്കുമ്പോൾ ഒരു ചപ്പാത്തി അധികം എടുത്തുണ്ട്. അപ്പോൾ 3 ചപ്പാത്തിയാവും. 3 ചപ്പാത്തി ഒരു പൂരിയാണ്. അല്ല, ഇവർക്ക് എന്താണെന്നറിയാം, പലഹാരം അങ്ങനെ പറ്റില്ലല്ലോ. ഒന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാട്ടോ. പഴം കഴിച്ചോളൂന്നേട്ടാ. മതി. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ഞാനിതിൽ ചിലത് നമ്മൾ പറയണ്ട വിചാരിച്ചാൽ നമ്മൾ പറഞ്ഞു പോണതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അങ്ങനത്തെ സങ്കടമൊക്കെ വരുമ്പോൾ ആരെയും വിഷമിക്കാൻ വേണ്ടിയിട്ടോ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ പറയണതല്ല. എന്നാലും നമുക്കിത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിത് എങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിച്ച് പോവില്ലേ? മനുഷ്യരല്ലേ?
മനുഷ്യനല്ലേ. അപ്പോൾ ആരുടെയും, എൻ്റെ അല്ല ആരുടെയും മക്കളെ ഒരിക്കലും പറയരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം.